തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിന്റെ വസതിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഭാര്യ വീട്ടിലേക്ക് വട്ടപ്പാറ പൂവത്തൂരിലെ വസതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ മൃതദേഹം എത്തിച്ചിട്ടുള്ളത് ഭാര്യയുടെ വസതിയിലാണ്, വട്ടപ്പാറ പൂവത്തൂരിലുള്ള വസതിയിൽ. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. ഇനിയിപ്പോൾ സംസ്കാരം എപ്പോഴാണ്? അതിനായി അദ്ദേഹത്തിന്റെ കുടുംബ വസതിയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? അനുജ, രാവിലെ മുതൽ പറയുന്ന അതേ വേദന തന്നെയാണ് ഇവിടെയും പങ്കുവയ്ക്കാനുള്ളത്. ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രവാസി ജീവിതത്തിലേക്ക് തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ അരുൺ ബാബു പോയത്. 7 മാസം മുമ്പാണ് കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത്. ഇപ്പോൾ അരുൺ ബാബുവിന്റെ ആ ചേതനയേറ്റ മൃതദേഹമാണ് ഭാര്യയ്ക്കും കുഞ്ഞിനും മുന്നിൽ എത്തിയിരിക്കുന്നത്. വട്ടപ്പാറയിലുള്ള പൂവത്തൂരിലെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കുടുംബ സ്ഥലമായ ഉഴമലക്കലിലേക്ക് കൊണ്ടുപോകും. സംസ്കാര നടപടികൾ ഉഴമലക്കലിലായിരിക്കും നടക്കുന്നത്. ഇവിടെയാണ് അരുൺ ബാബുവിന്റെ ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമാണ് അരുൺ ബാബുവിന് ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിന്റെ ഒന്നാകെ പ്രതീക്ഷയാണ് ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചത്. അരുൺ ബാബുവിന്റെ അച്ഛൻ 5 വർഷം മുമ്പ് മരിച്ചതാണ്. അതിന് പിന്നാലെ തന്നെ അരുൺ ബാബുവിന്റെ സഹോദരിയും മരണപ്പെട്ടിരുന്നു. അങ്ങനെ പറയാൻ ഒരുപാട് നൊമ്പരങ്ങൾ, വേദനകളുള്ള ഒരു കുടുംബം കൂടിയായിരുന്നു അരുൺ ബാബുവിൻ്റേത്. ആ കുടുംബത്തിലേക്കാണ് വീണ്ടും മറ്റൊരു ആഘാതം കൂടി വന്നെത്തിയിരിക്കുന്നത്. ഈ അരുൺ ബാബുവിന്റെ അച്ഛനെയും സഹോദരിയെയും അടക്കം ചെയ്ത അതേ മണ്ണിൽ തന്നെയാണ് അരുൺ ബാബുവിനും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു 37 വയസ്സുകാരനായ അരുൺ ബാബു. 8 വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടി. പിന്നീട് കോവിഡ് കാലത്താണ് തിരികെ നാട്ടിൽ വന്നത്. അപ്പോഴും ബാക്കിയായത് വീടെന്ന ഒരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നത്തിന് വേണ്ടിയാണ് 7 മാസങ്ങൾക്ക് മുമ്പ് അരുൺ ബാബു വീണ്ടും കുവൈറ്റിലേക്ക് പോയത്. പണി പൂർത്തിയാകാത്ത ഒരു വീട് തിരുവനന്തപുരം ഉഴമലക്കലിലുണ്ട്. ആ വീട് പണി പൂർത്തിയാക്കിയ ശേഷം 2 പെൺമക്കളും ഭാര്യയ്ക്കുമൊത്ത് ആ വീട്ടിൽ കഴിയണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമായിരുന്നു അരുൺ ബാബുവിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ വേദനയോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. ഇനി അരുൺ ബാബുവിന്റെ അമ്മയും സഹോദരനും മാത്രമാണ് ആ കുടുംബ വീട്ടിൽ ഉള്ളത്. ഈ നാട്ടുകാരെ സംബന്ധിച്ചും വലിയ സ്വീകാര്യനും വളരെ നല്ല അഭിപ്രായങ്ങളെല്ലാം തന്നെ അരുൺ ബാബുവിനെ കുറിച്ച് പറയാനേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത് അരുൺ ബാബുവിന്റെ ഭാര്യ വീട്ടിലാണ്. ഈ ഒരുപാട് നാൾ അരുൺ ബാബു ഇവിടെയും താമസിച്ചിരുന്നു. ഈ നാട്ടിലുള്ളവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട ആളുകൂടിയാണ് അരുൺ ബാബു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊതുദർശനം നടത്താനും ഈ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അരുൺ ബാബുവിന്റെ ഭൗതിക ദേഹവുമായി കുടുംബ വീട്ടിലേക്ക് പോകും. ഉഴമലക്കൽ കുരിയാത്തിയിലാണ് അരുൺ ബാബുവിന്റെ ജന്മസ്ഥലം. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സംസ്കാര നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ കുരിയാത്തിയിലെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്ന ഒരു 7 സെന്റ് പുരയിടമുണ്ട്. അവിടെയായിരുന്നു നേരത്തെ മരണപ്പെട്ട അരുൺ ബാബുവിന്റെ അച്ഛനെയും സഹോദരിയെയും അടക്കം ചെയ്തത്. അതേ മണ്ണിൽ തന്നെയാണ് അരുൺ ബാബുവിന്റെയും സംസ്കാര നടപടികൾ നടത്താൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അത്രത്തോളം വേദനയോടുകൂടി മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ. കാരണം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഭാര്യ, 2 കുട്ടികളൊപ്പം ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാം വേദന നിറയുന്ന കാഴ്ചകൾ മാത്രമാണ് പൂവത്തൂരിലെ ഈ വീട്ടിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭൗതികദേഹം കുടുംബ സ്ഥലമായ ഈ ഉഴമലക്കലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അധികം വൈകാതെ തന്നെ അവിടേക്ക് എത്തും. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് മാത്രമേ ജന്മദേശത്തേക്കുള്ള ഈ ദൂരമുള്ളൂ. അവിടെ എത്തിയാൽ ഉടൻ തന്നെ സംസ്കാര നടപടികൾ ആരംഭിക്കും. അനുജ, തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി അരുൺ ബാബുവിന്റെ മൃതദേഹം ഭാര്യ വസതിയിലെത്തിച്ചു. വട്ടപ്പാറയിലാണ് എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബ വീടായ ഉഴമലക്കലിലേക്ക് കൊണ്ടുപോവുകയാണ് മൃതദേഹം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പിതാവിനെയും സഹോദരിയെയും സംസ്കരിച്ചതിന് തൊട്ടടുത്ത് തന്നെയായി അരുൺ ബാബുവിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്ന വിവരമാണ് MG പ്രതീഷ് നൽകിയത്.
മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ വസതിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് ചേരുന്നത്. സമീർ, ഇപ്പോൾ മൃതദേഹം ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ വിശദാംശം. പ്രത്യേകമായി പറയാനുള്ളത്, നാമുമായി ഇടപഴകി ജീവിക്കുന്നതിന്റെ ഇടയിൽ മനുഷ്യ സഹജമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന വല്ല മനപ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെയും നമ്മുടെയും പരലോക ഗുണത്തിനു വേണ്ടി എല്ലാവരും ഈ സമയം സമീർ, ഇപ്പോൾ മൃതദേഹം ഖബറിസ്ഥാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റു വിവരങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ദൈവത്തിനുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കണമെന്ന് അറിയിക്കുന്നു. നിലവിൽ തിരൂർ കൂട്ടായി സ്വദേശിയായിട്ടുള്ള നൂഹിന്റെ മൃതദേഹം ഞാനിപ്പോഴുള്ള ഈ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മതപരമായ ചടങ്ങുകളുടെ ഭാഗമായുള്ള കർമ്മങ്ങളാണ് നടക്കുന്നത്. നിലവിൽ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. നിലവിൽ മൃതദേഹം ഈ പള്ളിയുടെ അകത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പുറത്ത് ധാരാളം ആളുകൾ പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കാനുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള നമസ്കാരം നടക്കും. അതിനുശേഷം ഈ പള്ളിക്ക് സമീപമുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് നിലവിൽ ഈ ഒരു നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥലം എം പി അബ്ദുൽ സമദ് സമദാനി, പാണക്കാട് സാദിഖലി തങ്ങളോടൊപ്പം തന്നെ PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ ഈ മൃതദേഹത്തെ അനുഗമിച്ച് ഈ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയം മുന്നെയാണ് ഈ നൂഹിന്റെ വീട്ടിൽ നിന്നും മൃതദേഹം കാൽനടയായി ആളുകൾ അനുഗമിച്ചുകൊണ്ട് നിലവിൽ ഈ റാത്തീബ് പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഈ നൂഹ് മരിച്ച വിവരം കുടുംബത്തിന് ലഭ്യമാകുന്നത്. ഈ തീപിടുത്തമുണ്ടായ വിവരം അറിഞ്ഞ് കെട്ടിടത്തിന് മുകളിൽ നിന്നും നൂഹ് രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി താഴേക്ക് ഓടുകയായിരുന്നു. അതിനിടയിൽ താഴെ നിന്നും തീ വ്യാപിക്കുകയും പിന്നീട് ശ്വാസം മുട്ടിയും നൂഹിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതിന് പിന്നാലെ ഇന്നാണ് നിലവിൽ മൃതദേഹം എല്ലാവരെയും എത്തിച്ചതുപോലെ തന്നെ ഇന്നാണ് നൂഹിന്റെ മൃതദേഹം അല്പസമയം മുന്നേ നിലവിൽ കൂട്ടായിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. പ്രത്യേകമായി ഏറെ വൈകിയത് മൂലം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ മാത്രം അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ പ്രത്യേക പ്രാർത്ഥന നടത്തി പള്ളിയിലേക്ക് അനുഗമിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ഇവിടുന്ന് എടുത്തു വരേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നൂഹിന്റെ കുടുംബം നിലവിൽ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് 14, 9, 11 വയസ്സുള്ള 3 പെൺമക്കളാണ് ഈ നൂഹിന് ഉള്ളത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇവരുടെ ഭാവി തന്നെ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടുംബം പോയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസം മുൻപാണ് നൂഹ് അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് തിരികെ മടങ്ങിയത്. കഴിഞ്ഞ 11 വർഷമായി നൂഹ് വിദേശത്ത് കുവൈത്തിൽ വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ 4 മാസം മുന്നേ അദ്ദേഹം അവധി കഴിഞ്ഞ് മടങ്ങിയ ശേഷം പുതിയ ഒരു ഫിഷ് മാർക്കറ്റിലേക്ക് ജോലി പ്രവേശിക്കുകയും അതിന്റെ ഭാഗമായാണ് നിലവിൽ ഈ ദുരന്തമുണ്ടായിരിക്കുന്ന കെട്ടിടത്തിലേക്ക് അദ്ദേഹം താമസം മാറുകയും ചെയ്തത്. അതിനാൽ അങ്ങനെ 4 മാസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായ അദ്ദേഹത്തിന്റെ ചേതനറ്റ ശരീരമാണ് ഈ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. എല്ലാ പ്രവാസിയും പോലെ തന്നെ വലിയ പ്രതീക്ഷയും വലിയ ഒരു ജീവിത വിജയവും ലക്ഷ്യമിട്ടാണ് നൂഹും ഈ വിദേശത്തേക്ക് വണ്ടി കയറിയത്. കഴിഞ്ഞ 11 വർഷമായി പ്രവാസിയായി കഴിയുന്ന ഈ നൂഹിന് കാര്യമായിട്ടുള്ള സമ്പാദ്യങ്ങളൊന്നും തന്നെ ഇല്ല. പണി പൂർത്തിയാകാത്ത ഒരു വീടാണുള്ളത്. അത് തന്നെ കടബാധ്യത മൂലം ഉള്ള പ്രയാസവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ പ്രയാസത്തിലൂടെ നൂഹ് കടന്നു പോകുന്നത്. ഈ നൂഹിന്റെ 3 സഹോദരങ്ങളും വിദേശത്തായിരുന്നവരെല്ലാവരും തന്നെ ഇന്ന് മടങ്ങി എത്തിയിരിക്കുകയാണ്. ഏതായാലും നൂഹിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നമസ്കാരമാണ് നിലവിൽ ഈ റാത്തീബ് പള്ളിയിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം ഖബറടക്കം ഈ പള്ളി അങ്കണത്തിൽ തന്നെ നടക്കും. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കൂട്ടായി റാത്തീബ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം. ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. കൊല്ലം ശൂരനാട് ഷമീറിന്റെ വസതിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്ന. ആനയിടയിൽ ഷമീർ ആണ് മരണമടഞ്ഞത് ഈ ദുരന്തത്തിൽ. ജയ്ശങ്കർ വിവരങ്ങളുമായി. ജയ്ശങ്കർ, പൊതുദർശനം ഇപ്പോഴും വസതിയിലേത് പുരോഗമിക്കുകയാണോ? അതായത് മൃതദേഹം ഇതുവരെ വസതിയിൽ എത്തിച്ചിട്ടില്ല. ഇതിനടുത്തുള്ളൊരു പള്ളിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം വീട്ടിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സ്ഥലത്ത് വലിയ തോതിൽ നാട്ടുകാരും ഷമീറിൻ്റെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കൊല്ലം റൂറൽ SP സ്ഥലത്തുണ്ട്. കൊടുക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൃതദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചു നേരമായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മൃതശരീരം ഈ ഷമീറിൻ്റെ വീട്ടിലേക്ക്
എത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തുള്ള പള്ളിയിൽ നിലവിൽ എത്തിച്ചിട്ടുണ്ട്. നാട് പൂർണ്ണമായും വലിയ വിഷമത്തിലാണ്. കാരണം ഈ നാടുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി നിന്നൊരു വ്യക്തിത്വമാണ് അവർക്ക് നഷ്ടമാകുന്നത്. എന്നും നിറചിരിയോടുകൂടി ഇവിടെ എത്തുന്ന ഒരാൾ, നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരുന്നു ഷമീർ. ഈ അപകടമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം പോലും അദ്ദേഹം ഈ നാട്ടിലെ പല സുഹൃത്തുക്കളെയും വിളിക്കുകയും സമൂഹ മാധ്യമങ്ങളിലെ പല കൂട്ടായ്മകളിൽ ഉൾപ്പെടെ വളരെ സജീവമായി നിന്നിരുന്നു. അതിനിടെയാണ് പൊടുന്നനെ ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. അത് താങ്ങാൻ പറ്റാത്തൊരു വിഷമമാണ് ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച്. ഈ വീടിന് മുന്നിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഷമീറിന് അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് കൂടി നിൽക്കുന്നത്. അവസാനമായി ഒരു നോക്ക് കാണുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെ നിൽക്കുന്നുണ്ട്. 9 മാസം മുമ്പാണ് ഷമീർ ഏറ്റവും ഒടുവിൽ നാട്ടിലെത്തി മടങ്ങിയത്. ഉപ്പയും ഉമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. ആ കുടുംബത്തിൻ്റെ ഏക അത്താണി ഷമീറായിരുന്നു. ഷമീറിൻ്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. അവരെ സംബന്ധിച്ചും വലിയ ദുഃഖമാണ്. കഴിഞ്ഞ 5 വർഷമായി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഡ്രൈവർ ജോലിയായിരുന്നു. 9 മാസം മുമ്പാണ് ഏറ്റവും ഒടുവിൽ നാട്ടിലെത്തിയത്. ഈ നാട്ടിലെത്തുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ നാട്ടിലെ പല കാര്യങ്ങളിലും സജീവമായി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലെ നിറസാന്നിധ്യങ്ങളിൽ ഒരാളെയാണ് അവർക്ക് നഷ്ടമായത്. അതിൻ്റെ വേദന എല്ലാവർക്കും തന്നെയുണ്ട്. ഇപ്പോൾ ഷമീറിന് ആദരവ് അർപ്പിക്കാൻ കൊടുക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. കൊല്ലം റൂറൽ SP ഏറെ നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ മൃതശരീരം വീട്ടിലേക്ക് എത്തും. അനുജ. കൊല്ലം ശൂരനാട് ആനയിടയിൽ ഷമീറിന്റെ വസതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് AV ജയശങ്കർ നൽകിയത്. ഇപ്പോൾ പള്ളിയിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം മൃതദേഹം വസതിയിലേക്ക് എത്തിക്കും.